മണ്ണൻകുഴി സ്റ്റേഡിയം പണ്ടേയുള്ള പേര് മണ്ണൻകുഴി സ്റ്റേഡിയം. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. അതിൽ റഹ്മാൻ പറയുന്ന ഈ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് ഗോൾഡൻ അബ്ദുൽ ഖാദർ സ്റ്റേഡിയം എന്ന്. ഈ സ്റ്റേഡിയം ഇങ്ങനെ പേര് മാറാനുള്ള കാരണം നിങ്ങൾക്ക് അറിയണ്ടേ? ബാ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മണ്ണൻകുഴി സ്റ്റേഡിയത്തിന്റെ പേര് മാറാനുള്ള കാരണം എന്ത്? അതായത് മണ്ണൻകുഴി സ്റ്റേഡിയമിന്റെ പേര് മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പേര് മാറിയിട്ടില്ല. വാസ്തവത്തിൽ പേര് മാറിയിട്ടില്ല. മണ്ണൻകുഴി സ്റ്റേഡിയം എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയപ്പെട്ടിരുന്നതും ഇപ്പോൾ അറിയപ്പെടുന്നതും. പണ്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ മണ്ണൻകുഴി മൈതാനം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പോൾ അത് മണ്ണൻകുഴി സ്റ്റേഡിയമായിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ ചില പാർട്ടിയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചില പാർട്ടി നേതാക്കൾ അതിനെ ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബിന്റെ പേരും അതിനോട് കൂടി ചേർത്ത് പറയുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ ആരും ഇതിന് യോജിക്കുന്നില്ല. പലർക്കും ആർക്കും ഇതിന് അനുകൂലമായിട്ട് ആരും ഈ പേരിനോട് യോജിക്കുന്നില്ല. പക്ഷേ ചില ആൾക്കാർ അവർ ആ പാർട്ടിക്കാരായി അതിൻ്റെ പേരിൽ അവർക്ക് ഇത് പരസ്യമായിട്ട് പറയാൻ പറ്റൂല എന്നതാണ് വാസ്തവം. അങ്ങനെ ഇടുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1982 83 എന്നാണ് തോന്നുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ സ്റ്റേഡിയമിൽ വന്നിട്ട് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി. എന്നിട്ട് അവരൊക്കെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറഞ്ഞു അവരുടെ പേര് ഇന്ദിരാ പ്രിയദർശിനി സ്റ്റേഡിയം എന്നാക്കണമെന്ന്. കൂടാതെ നമ്മുടെ മണ്ണൻകുഴി നാട്ടിൽ ഒരു ഫ്രീഡം ഫൈറ്റർ ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനി, ബഹുമാനപ്പെട്ട മറും MA ചാവടി എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പേരും ഉയർന്നു വന്നു. അദ്ദേഹത്തിന്റെ പേരിലായിരിക്കണം ഈ സ്റ്റേഡിയം എന്ന്. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയുമായി കേരളത്തിന്റെ ഏറ്റവും നല്ല ഒരു മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബിന്റെ പേര് പറഞ്ഞു CH സ്റ്റേഡിയം എന്നാക്കണമെന്ന്. പക്ഷെ അതിനോട് ആരും അന്നത്തെ ആൾക്കാർ യോജിച്ചില്ല. ഇതൊരു നാട്ടിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്റ്റേഡിയമാണ്, അതേ പേരിൽ തന്നെ ആയിരിക്കണം അത് എന്നും എന്നുള്ള ഒരു ഇതിൽ ഇത്രയും വലിയ ഉന്നത വ്യക്തികളുടെ പേര് പോലും മാറ്റിയ നിലക്ക് ഇന്ന് ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബിന്റെ പേര് ഇതിനോട് ചേർത്ത് വെക്കുന്നതിൽ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ആർക്കും അതിനോട് യോജിപ്പില്ല. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം ഗോൾഡൻ സാഹിബിനെ ഞാൻ ഒരു നിസ്സാരപ്പെടുത്തുകയോ അദ്ദേഹത്തെ താഴ്ത്തി പറയുകയല്ല. അദ്ദേഹത്തിന്റെ കൂടെ കുറേ കാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ചില പുതിയ നേതാക്കൾ അവർ നേതാവായിട്ട് ചമഞ്ഞുകൊണ്ട് അവർ ഒരു വാട്സപ്പിലും മറ്റുള്ള സമൂഹ മാധ്യമങ്ങളിലും അവരുടെ പേര് വരാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഒരു വാശിയോടുകൂടി ഇതിന്റെ പേരിനോട് കൂടി ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബ് എന്ന് ചേർക്കുന്നത്. പരിപാടി നടക്കുമ്പോഴും അതുപോലെ സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും 1-2 വ്യക്തികൾ മാത്രമാണ് ഈ ഗോൾഡൻ അബ്ദുൽ ഖാദർ സ്റ്റേഡിയം എന്ന പേര് വാശിയോട് കൂടി പറയുന്നത്. ഇതിൽ അവരുടെ പാർട്ടിക്കാർക്ക് തന്നെ എല്ലാവർക്കും ഇതിനോട് യോജിപ്പില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് അന്നും ഇന്നും എന്നും ഞങ്ങളെ നാട്ടിൽ ഇത് മണ്ണൻകുഴി സ്റ്റേഡിയം എന്ന് തന്നെയായിരിക്കും അറിയപ്പെടുന്നത്. നിങ്ങൾ എത്ര വലിയ ബോർഡ് വെച്ചാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇത് നാട്ടിൽ അറിയപ്പെടുന്നതും അറിയുന്നതും